ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ലിയ ഫാൻറ്റസി. ഇന്ന് ഞാൻ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ബിൽഡ് ടു സർവൈവൽ എൻ്റെ ഒരു ഡ്രീം ഹൗസ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിന് മുന്നേ ഞാൻ ഗെയിം കളിച്ചിക്കണ തോന്നുന്നു, എനിക്ക് അധികം ഓർമ്മയില്ല. അത് കളിച്ചിക്കണ ഇതിന് പാർട്ട് 2 ആയിരിക്കും. പക്ഷെ ഇത് അതിനേക്കാളും നല്ല സാധനമാണ് ചെയ്യാൻ പോണത്. നമ്മൾ ഡ്രീം ഹൗസ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഫസ്റ്റ് നമുക്ക് ഗെയിമിംഗ് റൂം ഉണ്ടാക്കാം. പിന്നെ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ടൈം ഏത് ഗെയിമാണ് കളിക്കേണ്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ബിൽഡ് കുറച്ച് വലുതാക്കണമെന്നുണ്ട്. തുങ് സാഹോർ അറ്റാക്ക് എൻഡ്സ് എന്ന് കണ്ടില്ലേ, അത് പുതിയതാണ്. എനിക്ക് പുതിയതാണെന്നാണ് തോന്നുന്നത്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായി കളിച്ചിട്ട്. ഞാൻ മുന്നേ കളിക്കലുണ്ട്. ഇപ്പോൾ ഞാൻ പുതിയത് വെച്ചതാണ്. ഞാൻ 2 ഹൗസ് ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിനെനിക്ക് അത് അടിപൊളിയാണെന്നൊക്കെ അറിയില്ല. പക്ഷെ ഇതായിരിക്കും ചിലപ്പോൾ നല്ല, ഞാൻ ഉണ്ടാക്കിയല്ലേ നല്ലത്. അപ്പോൾ നമ്മൾ പിങ്ക് ബ്ലോക്ക് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പിങ്ക് ഗെയിമർ എന്നിട്ടുള്ള ഈ സീറ്റ് എടുക്കാം. ഈ ഒരു പിങ്ക് തന്നെയാണ് ഞാൻ ഫുള്ള് ചെയ്യാൻ പോകുന്നത്. ഫുള്ള് വെച്ചാൽ നമ്മൾ ഗെയിമിംഗ് റൂം പിങ്ക് ആവണമെന്നാണ് എനിക്കിഷ്ടം. യെസ്, ബ്ലോക്ക് ഇതാണ് ഏറ്റവും പണി. അടിയിൽ കണ്ടില്ല നിങ്ങൾ, അടിയിൽ കണ്ട ആ മാർബിൾ അത് ഞാൻ ഉണ്ടാക്കിയതാണ്. ശരിക്കും നിലം ഉണ്ടാവുക പച്ച കളറിലാണ്, പക്ഷെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കളറ്. ഗൈസ്, ഇത് വെക്കാൻ നല്ല പണിയാട്ടാ. നമ്മൾ കറക്റ്റ് തിരിച്ചതും എങ്ങനെയാണ് ഗൈസ്. ഓക്കെ, ടേൺ കൊടുത്തിട്ടായിരിക്കും. ഗൈസ്, ഇതിൻ്റെ ബണ്ണിയേഴ്സ് ഇല്ലേ, അത് പോവുണ്ടല്ലോ. അതായത് ഇത്ര സീറ്റ് ഗൈസ്. ബണ്ണിയേഴ്സ് നമുക്ക് വേണം, അല്ലാതെ വേണ്ട. ഓക്കെ ഗൈസ്, ബണ്ണിയേഴ്സ് ഉള്ളത് നമുക്ക് കളഞ്ഞ് അറിയാതെ നമുക്ക് ഒന്നും കൂടി വെച്ച് നോക്കാം. പിന്നെ ഗൈസ്, പ്ലീസ് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് വെക്കാൻ പറ്റും കറക്റ്റായിട്ട്. ഓക്കെ ഗൈസ്, നമുക്ക് ആദ്യം മാർബിൾ ടൈൽസ് ഒന്ന് ശരിയാക്കാം. എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ലാസ്റ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഇത് ചെയ്യാനും നല്ല പണിയാണ്. കുറേ നേരം എടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ടൈൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളെ ഒരു മാൻഷൻ പോലെ ഉണ്ടാക്കണം എന്നാണ്. പക്ഷെ ഇത് നമ്മളുടെ ടൈപ്പ് മാൻഷൻ ആയിരിക്കും. ഓക്കെ ഗൈസ്, നമ്മൾ വെക്കാൻ പറ്റിയിട്ടുണ്ട്, ഭാഗ്യം. ഇനി നമുക്ക് നമ്മളെ കമ്പ്യൂട്ടർ വെക്കാം. കമ്പ്യൂട്ടറിനകത്ത് 200 എന്തോ ആണ്. ഇതിന് ഒരു 200 തന്നെയാണ്, 230 എന്താണ് തോന്നുന്നത്. കമ്പ്യൂട്ടർ ഇവിടെ, നമുക്ക് കമ്പ്യൂട്ടർ കണ്ടുപിടിക്കണം. ഓക്കെ ഗൈസ്, ഇതാ കമ്പ്യൂട്ടർ. നമുക്ക് കമ്പ്യൂട്ടർ വെക്കണം. വെയിറ്റ് ഗൈസ്, നമുക്ക് ആദ്യം നമ്മൾ ടേബിൾ വെക്കാം. സ്ക്വയർ ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള അത് വെക്കാം. അല്ലെങ്കിൽ നമ്മൾ നിലത്ത് വെക്കുമ്പോൾ നമ്മൾ ചെയറിലിരിക്കുമ്പോൾ കുനിഞ്ഞിട്ട് നോക്കേണ്ടി വരും കമ്പ്യൂട്ടറിൽ. അപ്പോൾ നമുക്ക് ആദ്യം ഇത് മേടിക്കാം. സ്ക്വയർ ടേബിൾ 100 ആണ് ഇതിന് മേടിച്ചിട്ടുണ്ട് നമ്മൾ. ഇനി നമ്മൾ 3 ഒന്ന് വെക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ കമ്പ്യൂട്ടർ വെച്ച് കൊടുക്കാം. ഓക്കെ ഗൈസ്, കറക്റ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ തല അതിൻ്റെ ഉള്ളിൽ പോയിന്ന്. ഓക്കെ ഗൈസ്, പെയിൻറ്റ് ചെയ്തൊക്കെ നമുക്ക് പിങ്ക്. അതാ ഗൈസ്, ആ പെയിൻറ്റ് ചെയ്യാൻ എല്ലാത്തിനും ഇപ്പോൾ ഇതിൽ റോബക്സ് വേണമല്ലോ. നമ്മൾ റോബക്സ് കൊടുത്തിട്ട് ചെയ്യണില്ല ഒന്നും. അതാകുമ്പോൾ പിന്നെ നമുക്ക് ഫുള്ള് റോബക്സ് കൊടുത്ത് ചെയ്താൽ മതി. ഓക്കെ, നല്ല പണിയാണ്. വെച്ചിട്ടുണ്ട്, നമ്മൾ ഫൈനലി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ട്. നമുക്ക് കുറച്ച് ഫുഡ് ഈ സൈഡിൻ്റെ അടുക്ക് ബർഗറും പിന്നെ ബ്ലോക്സിക്കോളയും വെക്കാം. ബ്ലോക്സിക്കോള നമ്മൾ മേടിച്ചിട്ടില്ല. എനിക്ക് മേടിച്ച പോലെ തോന്നിയുന്നത്, പക്ഷെ നമ്മളെന്തായാലും മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ 150 എന്താ വരുന്നത്. ബർഗറും ബ്ലോക്സിക്കോളയും അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് കാണാം. ഗൈസ്, ഉള്ളിൽ അത്യാവശ്യം നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഫ്ലവർ വെക്കാം. ഗൈസ്, ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല, ഇപ്പോഴാണ് നമ്മൾക്ക് കാണുന്നത് പുറത്ത് വന്നപ്പോൾ. ഗൈസ്, പുറത്ത് കുറച്ച് ഫ്ലവർ വെച്ചിട്ടുണ്ട്. നമുക്ക് ഉള്ളിലത്തെ ഫ്ലവർ നമുക്ക് ഉള്ളിലത്തെ ഫ്ലവർ എടുക്കാൻ നോക്കിയപ്പോൾ ഈ ടൈൽസാണ് നമ്മൾ എടുത്തത്. ഉള്ളിലത്തെ ഫ്ലവർ നമുക്ക് രണ്ടും എടുക്കാം. എന്നിട്ട് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാം. എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ? സ്ട്രിങ് ലൈറ്റ് നമുക്ക് വെച്ചാലോ ഇവിടെ. അത് ഫുള്ള് പിങ്ക് ആക്കാൻ പറ്റില്ല. എന്തായാലും പറ്റുമെങ്കിൽ എന്തായാലും റോബക്സ് വേണം. ഗൈസ്, നമ്മൾ ആകാശത്ത് കൊണ്ടുപോയിട്ടാണ് വെക്കുന്നത് കേട്ടോ. പിന്നെയും ടൈൽസ് ഇട്ടുണ്ട്. എന്തൊക്കെ ഞാൻ പറയുന്നത് ഗൈസ്. ഗൈസ്, ഇതാ ഇങ്ങനെയാണ് നമ്മൾ ആക്കിയിട്ടുള്ളത്. ഇവിടെ ഒരു ബെഡും വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഡെക്കറേഷനിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇത് ഇവിടെയും കൂടി വെച്ചിട്ടുണ്ട്. കാരണം ഈ പിങ്ക് അപ്പുറത്ത് പിങ്ക് കളർ അല്ലാത്തതുകൊണ്ട് രസമില്ല. കുറച്ച് ലെയർ ആക്കണമായിരുന്നു പിങ്കിൻ്റെ. ആദ്യം തന്നെ പിങ്കിൻ്റെ ലെയർ ആക്കണമായിരുന്നു. ഇനിയും ചെയ്തെടുക്കാനൊന്നും കാര്യമില്ല. ഓക്കെ, ഞാൻ പുറത്ത് എന്തെങ്കിലും വെക്കാൻ നോക്കാം. നമുക്ക് ബെഞ്ച് വെച്ചാലാ. ഈ ബെഞ്ച് കണ്ടില്ലേ? ഗൈസ്, എന്താ പൈസ എടുത്തിട്ടുള്ള ബെഞ്ച് നമുക്ക് വെക്കാം. ബെഞ്ച് എവിടെ? ബെഞ്ച് ഇതാ. നമുക്ക് ഇവിടെ രണ്ടിടത്തും ഇങ്ങനെ വെച്ചെടുക്കാം. പുറത്ത് വെക്കാനുള്ളതാണ്. ഗൈസ്, ഈ 3ാമത്തെ ബെഞ്ച് കളയാട്ടോ. എന്നിട്ട് ഇതിൻ്റെ നടുവിൽ ഫ്ലവർ കൊണ്ട് വെച്ചെടുക്കാം, പിങ്ക് ഫ്ലവർ. ഓക്കെ ഗൈസ്, നല്ല രസമുണ്ട്. ഇവിടെ എന്താ
ഇപ്പോഴത്തെ സൈഡിൽ എന്താ ഹാഫ് പീസ് അതിൻ്റെ ഉള്ളിൽ പോയിക്കണമെന്ന് ഒന്നും കൂടി ചെയ്തൊക്കെ നീക്കാം ഒന്നും കൂടി. ഓക്കെ ഗൈസ്, അതെന്താ ഇടക്കിടക്ക് നീക്കാല്ലേ വരണം നമ്മൾ. ഓക്കെ, ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇപ്പുറത്ത് വെച്ചെടുക്കാം. ഇനി ഇതിൻ്റെ നടുവിൽ നമുക്ക് ഫ്ലവർ വെച്ചെടുക്കാം 2 എണ്ണം. ഗൈസ്, പിന്നെ നമ്മളെ ടൈൽസ് പോന്നിട്ടുണ്ട്, അത് നമുക്ക് വെച്ചെടുക്കാം. ഓക്കെ ഗൈസ്, ഇത് രസമുണ്ട് തോന്നുന്നത്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക രസമുണ്ടോ ഇല്ലേന്ന്. ഗൈസ്, നമ്മളെല്ലാത്തിലും ഇപ്പോൾ സർവൈവ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഡോറിൻ്റെ അവിടെ പോയി നിൽക്കാത്തതുകൊണ്ടായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ വരാത്ത, അല്ലെങ്കിൽ എന്തായാലും വരാൻ പറ്റും അവർക്ക് മോൺസ്റ്ററിന്. നമുക്ക് ഇതിൻ്റെ പുറത്ത് പിങ്ക് അല്ല ഗെയിമിംഗ് റൂമെന്ന് അടിച്ചെടുക്കാം. ഓക്കെ ഗൈസ്, കുറച്ച് മേലെ പോയി എന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അതെന്താ നിൽക്കാൻ പറ്റാത്തത്. ഓക്കെ ഗൈസ്, നമ്മൾ ചാടണം, വെറുതെ അല്ല, കുറച്ച് മേലായി പോയിക്കണ്. നമുക്ക് കുറച്ച് കാണുന്ന ഏതെങ്കിലും ബ്ലോക്ക് എടുത്തിട്ട് ഇവിടെ വെച്ചെടുക്കണം കേട്ടോ. ബ്ലോക്ക് ഇത് വെച്ചെടുക്കാം. ഇത് കാർപ്പറ്റാണ്. ഓക്കെ, ഇതിൻ്റെ മേലെ കയറാൻ അത് പറ്റും. ഇതെന്താ? ഓക്കെ ഗൈസ്, നമുക്ക് ഗെയിമിംഗ് റൂം വെച്ചു. ഗൈസ്, ഇതാണ് എൻ്റെ എന്താ പറയുക കീബോർഡ്. ഇത് മാറ്റണ ഇതെങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ആക്കി ഫയറിൻ്റെ ഇതാക്കിയെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഗെയിമിംഗ് റൂമിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളത് എടുത്ത് നമ്മൾ ഗെയിമിംഗ് റൂം കംപ്ലീറ്റ് ആയി തോന്നുന്നു. ഓക്കെ ഗൈസ്, നമുക്ക് പുറത്ത് ഓണറിന് എടുത്തിട്ടുണ്ട്, വേറെ ആരും കയറണ്ട. ഓക്കെ, ഫുള്ള് റെഡി ആയിട്ട് വേണമെങ്കിൽ ആൾക്കാർ കയറിക്കോട്ടെ. പക്ഷെ അത് ഞാൻ ഇപ്പം തന്നെ കയറാൻ പറ്റില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യണം അവിടെ എന്തെങ്കിലും വെക്കണം, ഇനിയും ആഡ് ചെയ്യണമെന്നുണ്ട്. ഇനിയിപ്പോൾ എന്തുണ്ടാക്കുക ആലോചിച്ചാക്കട്ടെ. ഓക്കെ ഗൈസ്, എനിക്കൊരു ഐഡിയ ഉണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പൂൾ ഉണ്ടാക്കിയാലോ? പൂൾ ഉണ്ടാക്കാനാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇവിടെ ഈ പൂൾ ഉണ്ടാക്കാം നമുക്ക് കേട്ടോ. ഏതിലിട്ട് എടുക്കുകയാണ്? ടൈൽസ് എടുക്കല്ലേ? ടൈൽസ് എടുക്കാം. ടൈൽസ് എവിടെ? ടൈൽസ് എടുക്കണം, മെറ്റൽ എടുക്കണം. മെറ്റൽ അല്ല തോന്നുന്നു, ടൈൽസ് എടുക്കാം നമുക്ക്. ടൈൽസ് അതാ ടൈൽസ് സെയിം കളറാണല്ലോ. അത് കുറച്ച് പ്രശ്നമാണ് തോന്നുന്നു. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് വലുതാക്കണം കേട്ടോ നമുക്ക്. ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ഗ്രാസ് വെച്ചെടുക്കാം. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഗൈസ്, ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ലാസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് നീന്താൻ പറ്റും. ഗൈസ്, സ്വിമ്മിംഗ് പൂൾ ഇതാണ് എൻ്റെ ഡ്രീം ഹൗസ്. പക്ഷെ അത്ര വലുതൊന്നുമല്ല. ഗെയിമിംഗ് റൂമൊക്കെ വേണമെന്നുണ്ട്. ഓക്കെ, സോംബി അറ്റാക്കാണ്. ഇപ്പോൾ സോംബിയാണ് അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. സോംബിക്കൊക്കെ പൂളിൽ വരണം. ഓക്കെ, സോംബിക്ക് പൂൾ അലർജിയാണെന്നാണ് തോന്നുന്നു വെള്ളം. ഇനി എന്ത് ചെയ്യാം നമുക്ക്? അപ്പോൾ അതുകൊണ്ടായിരിക്കും കുളിക്കാത്തത്. ഇനി നമുക്ക് അതിൻ്റെ മേലെ നമുക്ക് ഗ്രാസ് വെച്ചെടുക്കാം. എന്താ ഗ്രാസ് ഇതാ വെച്ചെടുക്കാം. നമുക്ക് ഇങ്ങനെ വെച്ചെടുക്കാം. ഓക്കെ, നമ്മൾ വീണ്. ഓക്കെ, നമ്മൾ സ്റ്റക്കായാലും ഇവിടെ ഏതെന്താ പറ്റിയ? അതിൻ്റെ മേലെ ഗ്രാസ് തലയമ്മ കൊണ്ട് ഗ്രാസ് വെച്ചിട്ടാണ് ഇത് വെള്ളം പോയിക്കണം. ഞാൻ വിചാരിച്ചു ടൈൽസ് ഒന്നും കൂടി പോയാന്ന്. ഇടയ്ക്കിടയ്ക്ക് ടൈൽസ് പോകുന്നുണ്ട്, അത് കുറച്ച് പ്രശ്നമാണ്. അഡ്ജസ്റ്റ് ചെയ്യുക. എന്തായാലും നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്യണമല്ലോ. അപ്പോൾ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ തന്നെ ചെയ്യും ഗൈസ്. ഇനി ഇവിടെ പൂളിൽ നിന്ന് എടുത്തെടുക്കുക. അത് ഡെക്കറേഷൻ്റെ അതാണ്. ഇപ്പോൾ താഴത്തേക്കുന്നത് മതി. നമുക്ക് 3 ഒന്നും വേണ്ട, 1 മതി. ഇത് പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അത് പൊട്ടാ. പുതിയ അപ്ഡേറ്റ് വരണമായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താ കൊടുക്കാം? പൂളിൽ നിന്ന് കൊടുക്കാം. ഓക്കെ, 2 ലൈൻ എന്തായിരുന്നു? 2 ലൈനിൽ നമുക്ക് 2 എണ്ണം എന്തൊക്കെയാണ് എഴുതാൻ പറ്റുന്നതായിരിക്കും. അതൊന്നും ആവശ്യമില്ല. നമുക്ക് പൂളിൻ്റെ 2 വട്ടം പൂളിൽ നിന്നൊന്നും കൊടുക്കണ്ടല്ലോ. ഇമോജീസ് പറ്റുമായിരുന്ന ഗെയിമിംഗ് റൂമിൽ പിങ്ക് ഗെയിമിംഗ് റൂമിൽ കൊടുത്തിട്ട് പിങ്ക് ഹാർട്ട് എന്നൊരു വെക്കായിരുന്നു. പക്ഷെ പറ്റില്ല തോന്നുന്നു. കേസ് ഇതാ കയറാൻ വേണ്ടിയിട്ട് ഞാനൊരു ലാഡർ വെച്ചിട്ടുണ്ട്. നമുക്ക് കയറി സുഖമായിട്ട് കുളിക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് റൂം ഉണ്ടാക്കിയാലോ? ഈ ബാത്റൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് 200 വേണം. ബാത്റൂം ഉണ്ടാക്കിയിട്ട് നമ്മുടെ ടോയ്ലറ്റാണ് മെയിൻ ബാത്റൂം. അതുകൊണ്ട് തന്നെ ടോയ്ലറ്റ് കണ്ട 250 വേണം. നമുക്ക് അത്ര ഒന്നുമില്ല, അപ്പോൾ 100 ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ലാസ്റ്റ് ഉണ്ടാക്കാം. ഞാൻ കിച്ചൺ ഉണ്ടാക്കണില്ല. ആദ്യം പറഞ്ഞിക്കണമെങ്കിൽ കിച്ചൺ ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞിക്കണോ ഇല്ല തോന്നുന്നു. ഓക്കെ, കിച്ചൺ ഉണ്ടാക്കണില്ല. കിച്ചൺ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനൊക്കെ കുറേ സാധനങ്ങൾ വേണം. സിങ്ക് വേണം, ഓവന് വേണം, ഫ്രിഡ്ജ് വേണം. അതിനൊക്കെ നല്ല പൈസ ഉണ്ട്. അതുകൊണ്ട് തന്നെ പൈസ എന്ന് വെച്ചാൽ ഇതിലത്തെ പൈസ തന്നെ കേട്ടോ. ഗെയിമത്തെ റോബക്സ് അല്ല, ഈ ഗ്രീൻ ആയിട്ട് കൊടുത്തിട്ടില്ല അതാണ്. ഗൈസ്, ഇവിടെ വെക്കണ്ട. നമുക്ക് ഫാബ്രിക് റൂമാണ്. എനിക്ക് ഫാബ്രിക് നല്ല ഇഷ്ടമാണ്. ഇവിടെ വെക്കണ്ട. കയറുമ്പോൾ തന്നെ ഇവിടെ നമ്മളെ ബെഡ്റൂം വെച്ച രസം ഉണ്ടാവില്ല. നമുക്ക് പിങ്ക് റൂമിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കാം. ഫാബ്രിക് നല്ല ഇഷ്ടമാണ്. ഇതിൻ്റെ ലാസ്റ്റ് പേരിടാം, ഫാബ്രിക് റൂമെന്ന് പേരിടാം.
ഗൈസ് ഇതിൻ്റെ അടുത്ത് ഈ പിങ്ക് റൂമിൻ്റെ അടുത്ത് ഫാബ്രിക് വരുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ജാക്സൺ ഇനി അറ്റാക്ക് ചെയ്യണം. ജാക്സൺ നല്ല ചാടാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇവരൊന്നും എനിക്കറിയില്ല ഗൈസ്, നിങ്ങൾക്കറിയോ? കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഗൈസ് ഇതിൻ്റെ മുന്നേ ഞാൻ ടൈൽസൊക്കെ വെക്കണതിൻ്റെ നേരത്തെ, ഈ ലെയറൊക്കെ ആക്കണതിൻ്റെ നേരത്ത് ഫ്രെഡി അറ്റാക്ക് ചെയ്യാൻ വന്നിരുന്നു കേട്ടോ. ആ നേരത്ത് ഫ്രെഡിൻ്റെ കൂടെ ചേറിലിരുന്ന് ചില്ലാകുമായിരുന്നു. അങ്ങനെ ജ്യൂസൊക്കെ കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അപ്പത്തിന് ഫ്രെഡി പോയി. അത് ഞാൻ ആ വീഡിയോ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ കാണാൻ മറക്കരുത്. ഓക്കെ. ഓ ജാക്സിൻ്റെ ഉള്ളിൽ വന്ന് ഇതാണ് ഞാൻ പറഞ്ഞത് കണ്ട. നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്ത് വന്ന് അപ്പം തന്നെ ആള് പോയാ. അപ്പം തന്നെ നമ്മൾ സർവൈവ് ചെയ്തിരുന്നു. ഈ ആ പ്ലേസ് എന്ന് കൊടുത്തില്ല, എന്താ ഗോൾഡൻ കളറ്, ഗോൾഡാണ് യെല്ലോ എന്നറിയില്ല, ചിലപ്പോൾ നമ്മളാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ ഗൈസ്, കുറേ നേരമായി പറയണല്ല സംസാരിക്കണത്. ഇനി നമുക്ക് പൂളല്ല നമ്മളെ റൂം റെഡി ആയിട്ട് കാണാം കേട്ടോ. ഗൈസ് നമ്മളെ റൂം റെഡി ആയിട്ടുണ്ട്. ഫാബ്രിക് റൂമെന്ന് ഞാൻ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം റൂം. ഇപ്പോൾ ഗൈസ് നമുക്ക് പൂള് റെഡി ആയിട്ടുണ്ട്, റൂം റെഡി ആയിട്ടുണ്ട്, ഗെയിമിംഗ് റൂമും. നമുക്ക് എന്താ ബിൽഡ് ചെയ്യുക? പുറത്ത് എന്തെങ്കിലും പോകണം. ഇതെന്താ ആരാ? ഓ കയറാൻ നിൽക്കണമെന്നൊക്കെ ഒന്ന് മാറുക എൻ്റെ ഓക്കെ. കയറിയിട്ടുണ്ട്. ഇതെന്താ അവിടെ നോക്കിക്കണേ? കയറാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് കയറാൻ വേണ്ടി കൊടുക്കാം. ഓക്കെ. വെറുതെ നമ്മളെ ഫ്രണ്ടല്ലേ ചെയ്തോട്ടെ. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അവൻ പോയാ? എൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ലല്ലോ. ഉള്ളിൽ കയറിയിട്ടില്ല തോന്നുന്നു. ഇനി നമുക്ക് ഫ്രണ്ട്സ് തന്നെ ആക്കാമല്ലോ, അങ്ങനെ തന്നെ ആക്കാം. ഉള്ളിൽ കയറിയില്ലേ? ഓക്കെ. നമുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു തന്നിട്ടുണ്ട്. ഇപ്പോഴാണ് കയറണില്ലേ? അവൻ വിചാരിച്ചിട്ടുണ്ടാവും നമ്മൾ ഫ്രണ്ട്സിനെ മാത്രം ആക്കിയിരിക്കണമെന്ന്. എല്ലാവർക്കും കയറാൻ വേണ്ടിയിട്ടുള്ള ആക്കി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഗൈസ് ഇനി നമുക്ക് എന്ത് ചെയ്യും? ബാത്റൂം ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഇപ്പോഴും പൈസ ഒന്നും കിട്ടിയില്ല. നമുക്ക് പൈസ കിട്ടി, നമ്മൾ ചിലവാക്കിയതാ തോന്നുന്നത് കേട്ടോ. 100 ആണ് നമുക്കിപ്പോൾ ഉള്ളത്. നമുക്ക് എന്ത് ബിൽഡ് ചെയ്യും? ഇവിടെ എന്തെങ്കിലും ബിൽഡ് ചെയ്യണമെന്നുണ്ട്. നമുക്ക് മറ്റേ ഡൈനിങ് റൂം ഉണ്ടാക്കിയാലേ? ഡൈനിങ് റൂം, ഫുഡ് കഴിക്കണ റൂം ഉണ്ടാക്കാം. നമുക്ക് ഡൈനിങ് ടേബിൾ അതൊക്കെ വെക്കണ റൂം ഉണ്ടാക്കാം. കുറച്ച് വലുതാക്കണം കേട്ടോ. അത്യാവശ്യം വലുതാക്കണം, കാരണം കുറേ സോഫ വെക്കുന്നുണ്ട്. സോഫയിലാണ് ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ സോഫയിലായിരിക്കും കഴിക്കേണ്ടത്. അതായത് എൻ്റെ അതീത്ത ഗെയിമത്ത. ഓക്കെ. എന്ത് നല്ല പണി. അവന് ചാടിപ്പോയാ? അവന് പൂണകത്ത് ചാടിയെന്ന്, അതുകൊണ്ട് ഞാൻ ചാടിയിട്ട് പോയതാണെന്ന്. കുറച്ചും കൂടി വലുതാക്കണം കേട്ടോ. നമുക്ക് ഇത്ര ചെറുതായൊന്നും പോരാ. എന്തായാലും ഡോറിൻ്റെ അടുത്ത് എത്തിക്കണ്ട. ഒന്നും കൂടി കയറിയോ? മോൺസ്റ്റർ സ്പോണിങ്. എടാ എൻ്റെ റൂമിക്ക് ബേസിക്ക് പോയിക്കോ. ഇവിടെ എന്തോ ബിൽഡ് ചെയ്യാനോ നോക്കണ തോന്നുന്നു കേട്ടോ. അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റൂല. ഓക്കെ. ഇനി നമുക്ക് ഇത് ചെയ്ത ഇതിപ്പോൾ എന്തുണ്ടാക്കാം? മമ്മി അറ്റാക്ക് ചെയ്യാൻ. മമ്മിയാണ് ഇപ്പോൾ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. നമ്മളുടെ മമ്മിയാണോ അല്ലെ മോൺസ്റ്റർ മമ്മിയാണോ? അതൊന്നും എനിക്കറിയില്ല കേട്ടോ. മോൺസ്റ്റർ ആയിരിക്കും എന്തായാലും. മോൺസ്റ്ററിനല്ല ആദ്യം കാണിച്ചത്. നമ്മൾ ലാഡർ ഗെയിം ലൈക്ക് ചെയ്തിട്ട് ലാഡർ മേടിച്ചിട്ടുണ്ട്. നമുക്ക് സോഫ ഇടണം. ഈ സോഫ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. അവിടെയൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. കണ്ടിട്ട് തിയേറ്റർ റൂമിൻ്റെ പോലെ ഉണ്ട്, പക്ഷെ തിയേറ്റർ റൂമല്ല. ഇത് നമ്മുടെ ഇതിൽ ഇത് റിമൂവ് ചെയ്യാൻ പറ്റില്ല, അവന് ഇരിക്കുകയാണ്. അതിനെ നീറ്റിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. നമുക്കിവിടെ എല്ലായിടത്തും റൗണ്ട് ഇത് സർക്കിൾ ടേബിൾ വെക്കാം. എല്ലായിടത്തും വെച്ച് കൊടുക്കാം. എല്ലാവർക്കും തിന്നണ്ടേ? ഓക്കെ. അപ്പോൾ ഞാൻ എന്തിനു വെക്കണ്? അവനക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പുറത്തെ ബാക്കിലത്തെ അവിടെ വെക്കാൻ പറ്റുമോ? പറ്റും. ഓക്കെ. ഇനി നമുക്ക് ഫുഡ് വെച്ച് കൊടുക്കണം. അത് ആദ്യം റിമൂവ് ചെയ്യാം. ഇനി ഇരിക്കരുത്. മറ്റേലാണെങ്കിൽ ഇരുന്നോട്ടെ. ഇനി നമുക്ക് ഫുഡ് വെച്ചെടുക്കാം. ബർഗർ ആ രണ്ടറ്റത്തും ഈ അറ്റത്തും പിന്നെ അറ്റത്തും, പിന്നെ ടാക്കോസ് വെച്ചെടുക്കാം ഈ അറ്റത്തും പിന്നെ അപ്പുറത്തെ അറ്റത്തും. ഗൈസ് പിന്നെ നമ്മുടെ കിച്ചൺ റെഡി ആയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളുടെ കിച്ചൺ റെഡി ആയിട്ടുണ്ട്. ഓ ഗൈസ്, നിഞ്ച ആയതുകൊണ്ട് തന്നെ ചാടിയിട്ട് വന്നു. നമുക്ക് സ്വിമ്മിംഗ് പൂൾ കയറണം. നമുക്ക് എവിടേക്കപ്പോൾ പോവുക? ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അപ്പോൾ ഒറ്റയ്ക്ക് ഇതോ അപ്പോത്തിന് പോയിട്ടാ 265 ആയിട്ടുണ്ട്. നമ്മൾ ടോയ്ലറ്റ് ഓൾറെഡി മേടിച്ചിരിക്കണേ, ഇപ്പം ഇനി നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്ക് ടോയ്ലറ്റ് ഈ മൂലൊക്കെ ഉണ്ടാക്കാം. കുറച്ച് വലിയ ടോയ്ലറ്റ് ഉണ്ടാക്കണമെന്നുണ്ട്. ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് ആദ്യം ഉണ്ടാക്കി നോക്കാം, പിന്നെ രസമില്ലെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം. മെറ്റൽ ഉണ്ടാക്കാം കേട്ടോ. മെറ്റലായിട്ടുള്ള ഇതാവുമ്പോൾ ടോയ്ലറ്റ് ഒന്നുമില്ല, വെറുതെ പറഞ്ഞാൽ. ഓക്കെ. ഇനി അപ്പുറത്തെ സൈഡിൽ ഉണ്ടാക്കാം, വെക്കാം. നമുക്ക് 15 ഉള്ളൂ.
ഇപ്പോൾ ടോയ്ലറ്റ് പേപ്പറൊക്കെ ഉണ്ട് തോന്നുന്നു. കുറച്ച് വലുതാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി കുറച്ചും കൂടി വലുതാക്കിയിട്ടുണ്ട്. ഇവിടെ വെച്ചെടുക്കാം. ഗൈസ് ഇങ്ങനെ വെക്കുമ്പോൾ നല്ല പണിയാണ്. ഇതിനു മുന്നൊക്കെ കുറേ നല്ല പണിയെടുത്തിട്ടാണ് ചെയ്തിരുന്നത്. ഇവിടെ ഈ അറ്റത്ത് വെച്ചെടുക്കണം. ഗൈസ് അവിടെ അല്ല വെച്ചെടുക്കണ്ട, ഇവിടെ. ഓക്കെ, ഇനി ഇത് രണ്ടും റിമൂവ് ചെയ്യണം. വെള്ളം ഞാൻ അറിയാതെ വെള്ളം ഇവിടെ വെച്ചോ? ഇല്ലല്ലോ, ഇല്ല തോന്നുന്നു. ഓക്കെ ഗൈസ്, നമുക്ക് ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ വെള്ളം കാണിക്കുന്നുണ്ട് കേട്ടോ. 2 ടോയ്ലറ്റ് ഒന്ന് വെക്കണം. അല്ല വേണ്ട, അപ്പോൾ ടോയ്ലറ്റ് പേപ്പർ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അവിടെ ടോയ്ലറ്റ് പേപ്പർ ഞാൻ മേടിച്ച് കിട്ടും ഗൈസ്. ടോയ്ലറ്റ് പേപ്പർ ഇവിടെ. ടോയ്ലറ്റ് പേപ്പർ ഞാൻ മേടിച്ചിരുന്നത് ഇപ്പം കാണാനൊന്നും ഇല്ല കേട്ടോ. എവിടെ ഇത്? ഫർണിച്ചറിൽ തന്നെ അല്ല. അതാ കിട്ടി. ഇപ്പോഴാണ് കാണുന്നത്. നമ്മൾ ഇത്ര നേരം ഇവിടെ കറങ്ങിയിട്ട് കിട്ടിയെന്നില്ല ഗൈസ്. ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട്. ഇനിയൊന്നും ആഡ് ചെയ്യണ്ടല്ലോ നമുക്ക്. ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ട്. മറ്റേ സിങ്കൊക്കെ വെക്കണമെന്നുണ്ട്. അതൊന്ന് വെക്കാനുള്ള മേടിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ഒന്നുമില്ല നമുക്ക്. ടെലിവിഷൻ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് വെക്കണം. അപ്പം ചില്ലായിട്ടിരിക്കുക അതിൻ്റെ ഉള്ളിൽ. ഗൈസ് ഒന്നും ഇപ്പം ഇനി ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്നുമില്ല. ഇത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പം ഇത്ര ബാത്റൂം, ഇത്ര വലിയ ബാത്റൂം രസമില്ലല്ലോ. കുറച്ച് റിമൂവ് ചെയ്യാം നമുക്ക്. കുറച്ച് സ്ഥലം റിമൂവ് ചെയ്യാം കേട്ടോ. ഇത്ര വലുതൊന്നും നമുക്ക് വേണ്ട. ഇനി റിമൂവ് ചെയ്യാം. അങ്ങനെ വെക്കാം. കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. വേണ്ട, കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് വരാൻ സ്ഥലമൊന്നും ഉണ്ടാവില്ല അധികം. കുറച്ച് ടൈൽസാണ് നമ്മൾ എടുത്തിക്കണത്. ഇതാണ് നല്ല ദേഷ്യം പിടിക്കുന്ന കാര്യം. നമ്മൾ വേറെ എന്തെങ്കിലും റിമൂവ് ചെയ്യാനോ വെക്കാനോ നോക്കുമ്പോൾ ടൈൽസ് റിമൂവ് ആയി പോവും. കേസ് ഇത്ര മതി തോന്നുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ എൻഡ് വെച്ച് കൊടുക്കാം. ഗൈസ് ഏകദേശം എല്ലാതും റെഡി ആയിട്ട് കാണാം. ഗൈസ് എല്ലാതും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ട ഫസ്റ്റ് നമ്മൾക്ക് കയറി വെക്കാം. കയറുമ്പോൾ അതവിടെ നമ്മുടെ മൂവി തിയേറ്റർ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറി വെക്കാം നമുക്ക്. മൂവി തിയേറ്ററിൽ അധികം ഒന്നുമില്ല. ഇവിടെ കുറച്ച് ചെയറുണ്ട്, സോഫ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ട്. കണ്ട സോഫ ഇരുന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇവിടെ ടെലിവിഷൻ ഉണ്ട്, അതൊക്കെ കാണാൻ പറ്റും. ഇതിലധികം ഒന്നുമില്ല. പിന്നെ നമുക്ക് പുറത്ത് പോകാം. പിന്നെ ഗൈസ് ക്ലോക്ക് ഉണ്ട്. ഇവിടെ ക്ലോക്ക് ഉണ്ട്. ഇത്രേ ഉള്ളൂ ഇതിൽ. മൂവി തിയേറ്ററിൽ ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മളുടെ ഡൈനിങ് റൂം. ഇത് കണ്ട ഇത് അവിടെ ഒരു ടി വി ഉണ്ട്. നമുക്ക് ഇങ്ങനെ ടെലിവിഷൻ ഉണ്ട്. നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണാം. ഇവിടെ കുറേ ഫുഡ് ഉണ്ട്. പിന്നെ താഴെ AC ഉണ്ട്. ഫുഡ് തിന്നാക്കാൻ പറ്റൂല. AC-ൻ്റെ മേലെ കയറി വെക്കാം. കണ്ട തിന്നാൻ പറ്റുന്നില്ല. AC-ൻ്റെ മേലെ കയറി വെക്കാം കേട്ടോ. പ്ലീസ് കറക്റ്റ് അല്ല തോന്നുന്നു. AC കറക്റ്റ് അല്ല തോന്നുന്നു. പിന്നെ പൂളുണ്ട്. നമ്മുടെ ലാഡറിൽ കയറി വെക്കിയിട്ട് പൂളിൽ ഇങ്ങനെ നീന്താം. ഓക്കെ ഗൈസ്, നമ്മൾ നടന്നിട്ടാണ് നീന്തുന്നത്. അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, ഇനി എന്താ നോക്കാം. നമ്മളിവിടെ ഇങ്ങനെ കുറച്ച് സിറ്റിംഗ് ഏരിയ ഉണ്ട്. പിന്നെ അവിടെ കുറച്ച് ഫ്ലവറും ഉണ്ട്. കണ്ട ഇവിടെ 2 സ്ഥലത്തും സിറ്റിംഗ് ഏരിയ ഉണ്ട്. അതിൻ്റെ നടുവിൽ 2 ഫ്ലവർ ഉണ്ട്. പിന്നെ ഇതിന് കയറുമ്പോൾ ഗെയിമിംഗ് റൂമാണിത്. കയറുമ്പോൾ 2 ഫ്ലവർ ഉണ്ട്, പിങ്ക്. ഇതിനുള്ളിലേക്ക് ഇനി കയറി വെക്കാം. ഓക്കെ, ഇത് കയറിയിട്ടുണ്ട്. കയറുമ്പോൾ അവിടെ കുറച്ച് ലൈറ്റ് ഉണ്ട്. പിന്നെ ആദ്യം ഇവിടെ ഒരു ബെഡ് ഉണ്ട്. പിന്നെ കഴിക്കാൻ ബർഗർ ഉണ്ട്, ബ്ലോക്സിക്കോള ഉണ്ട്. പിന്നെ അവിടെ ഷെൽഫ് ഉണ്ട്. ഷെൽഫ് ഒരു പിങ്ക് ബ്ലോക്കിൻ്റെ മേലെ ഷെൽഫ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ലൈറ്റ്. പിന്നെ അതവിടെ നമ്മുടെ ഗെയിമിംഗ് ചെയർ. പിന്നെ അതൊക്കെ നമുക്കിങ്ങനെ കമ്പ്യൂട്ടർ കാണാൻ പറ്റും. വേറെ ഒന്നുമില്ല. ഇതിൻ്റെ പുറത്ത് പോകുമ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ഫാബ്രിക് റൂമിൽ കയറാം. അതാണ് നമ്മുടെ ഫാബ്രിക് റൂം. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എന്താ വെച്ചാൽ 3 ബെഡ് ഉണ്ട്. പിന്നെ ക്ലോക്ക് ഉണ്ട്. പിന്നെ 2 ഷെൽഫും അതിൻ്റെ മേലെ 2 ഇതും ഉണ്ട്. ഫ്ലവർ നമുക്ക് നടുവിൽ കിടന്ന് നോക്കാം. പിന്നെ ഗൈസ് ഇതിൽ തന്നെ AC ഉണ്ട്, കുറച്ച് വിൻഡോ ഉണ്ട്. ജസ്റ്റ് ഞാനത് കാണിച്ചു തന്നില്ല തോന്നുന്നു. ഇതപ്പോൾ കണ്ടോളൂ നിങ്ങളെല്ലാവരും. പിന്നെ അടുത്ത പോകുമ്പോൾ നമ്മുടെ ബാത്റൂം ഉണ്ട്, പൂപ്പിംഗ് ഏരിയ. ഓക്കെ, അതിലധികം ഒന്നുമില്ല. ജസ്റ്റ് ടോയ്ലറ്റും പിന്നെ ടോയ്ലറ്റ് പേപ്പറും ഉണ്ട്, വേറെ ഒന്നുമില്ല. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.